നമസ്കാരം. നടി വിൻസി അലോഷ്യസ് ഒരു സിനിമാ സെറ്റിൽ വെച്ച് തനിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നു എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. ആ നടൻ ഇപ്പോൾ ഏതാണ്, വിൻസി അലോഷ്യസിനോട് മോശമായി പെരുമാറിയ ആ നടൻ ആരായിരുന്നു എന്ന് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിൻസി കൃത്യമായൊരു പരാതിയും കൊടുത്തിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു ആവറേജ് ആയിട്ടുള്ള അഭിനേതാവ്, അദ്ദേഹത്തിന് വലിയ സിനിമാ താരമോ വലിയ സൂപ്പർ നായകൻ നടന്നൊന്നും ആയിട്ടില്ല. ചില പടങ്ങളിലൊക്കെ നായകനായിട്ടുണ്ട്, ഇപ്പോൾ കുറേ സിനിമകളിൽ നായകനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. ആ ഒരു നടൻ, അദ്ദേഹം ആദ്യമായിട്ടൊന്നുമല്ല പ്രശ്നമുണ്ടാക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ലഹരി ഉപയോഗിച്ച കേസിൽ പ്രതിയായിരുന്നു, ജയിലിലായിരുന്നു. അന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ആരായിരുന്നു? പക്ഷേ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ സിനിമയിലുള്ള ഗോഡ് ഫാദർ ആരാണ് എന്നുള്ളൊരു ചർച്ച, അല്ലെങ്കിൽ ഇപ്പോൾ അത്തരമുള്ള കാര്യങ്ങൾ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് മലയാളത്തിലെ ഒരു മഹാനടനായിരുന്നു. ഈ മലയാളത്തിലെ മഹാനടൻ ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രം അഭിനയിച്ച ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനു വേണ്ടി എന്തിനായിരുന്നു ഇടപെട്ടത്? ഈ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു, കോടതി വെറുതെ വിട്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ കോടതി വെറുതെ വിട്ടപ്പോൾ തന്നെ കോടതി ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ കൃത്യമായി എണ്ണി പറഞ്ഞിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് പോലീസിന് വീഴ്ചയുണ്ടായത്? പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായതല്ല, വീഴ്ചയുണ്ടാകാൻ ചില ആളുകൾ പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതാണെന്ന് വ്യക്തമാണ്. ഈ മലയാളത്തിലെ ഒരു മഹാനടൻ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ബന്ധുവിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവിന് വേണ്ടി ചില നാടകങ്ങൾ നടത്തിയാണ് ഷൈൻ ടോം ചാക്കോയെ പുറത്തിറക്കിയത് എന്നാണ് ഇതിൽ നിന്നും പുറത്തു വരുന്ന ചില വിവരങ്ങൾ. എന്തായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്ന ചേതോവികാരം? ഒരു VVIP ആയ യുവനടനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ലഹരി ഉപയോഗിച്ച ആ VVIP യുവനടൻ്റെ പേര് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അത്തരമൊരു നാടകം നടന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് തുടർന്ന് അങ്ങോട്ട് 10 സിനിമയും കോടികളുമായിരുന്നു ഈ ഒരു യുവ നടൻ്റെ പേര് പുറത്ത് പറയാതിരിക്കാൻ കൊടുത്തിരുന്ന വാഗ്ദാനം. ആ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ചില ചിന്തകൾ ഉണ്ടായേക്കാം, എന്തുകൊണ്ട് ഈ മഹാനടൻ്റെയും യുവനടൻ്റെയും ഒക്കെ പേര് പറയാൻ മടിക്കുന്നുവെന്ന്. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചകൾ സജീവമാകും, തെളിവുകൾ പുറത്തേക്ക് വരും. ഈ പ്രധാനപ്പെട്ട മഹാനടൻ്റെയും അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പുറം ലോകം അറിയും. കാരണം അന്ന് ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസിൽ ഒരു കൃത്യമായ അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഈ VVIP ആയ യുവനടനെതിരെ അന്വേഷണം എത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോ അവരെ ഒറ്റിക്കൊടുക്കാൻ ഷൈൻ ടോം ചാക്കോ തയ്യാറായില്ല. ഷൈൻ ടോം ചാക്കോ ഒരു കൃത്യമായ രീതിയിൽ ഇതിൽ ഒളിച്ചുകളി നടത്തി. ഷൈൻ ടോം ചാക്കോ ജയിലിലായിരുന്നപ്പോൾ നടത്തിയ ഡീലിൻ്റെ ഭാഗമായി പിന്നീട് ഈ മഹാനടൻ്റെയും അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെയും ഒക്കെ 10ഓളം ചിത്രങ്ങളിൽ ഈ ഷൈൻ ടോം ചാക്കോയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഷൈൻ ടോം ചാക്കോ അത്ര വലിയ നടനുമല്ല, ഇപ്പോഴുമല്ല. അദ്ദേഹം ഒരു ആവറേജ് നടനാണ്, അദ്ദേഹം മോശക്കാരനൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ പറ്റി ഒന്നും നമുക്കൊരു പരാതിയുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹം നടക്കട്ടെ. പക്ഷേ അദ്ദേഹം സെറ്റുകളിൽ കാണിക്കുന്ന ഈ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃക എന്താണ്? ഒരു സിനിമാ താരത്തെ കണ്ടുപഠിക്കേണ്ട മാതൃകയാണോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്? അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഒരു മിനിറ്റെങ്കിലും ഇരുന്ന് കാണാൻ കഴിയുന്നുണ്ടോ? വളരെ മോശമായ രീതിയിലുള്ള ഇന്റർവ്യൂ അടക്കമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വരുന്നത്. ഇത്തരം ഒരു നടനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ ഈ മഹാനടൻ്റെയൊക്കെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരുന്നു? തൻ്റെ രക്തബന്ധുവിനെ രക്ഷിക്കാൻ വേണ്ടി മഹാനടൻ നടത്തിയ നാടകമാണ് അത്. ഇനിയും തുടരുമോ? ഇത്തവണ ഷൈനെതിരെ ഏതായാലും വിൻസി വലിയ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. വിൻസി പരാതി തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ കേസെടുക്കേണ്ടത് എക്സൈസ് ആണ്. ഷൈൻ ടോം ചാക്കോ സ്ഥിരമായി സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു ആരോപണം വന്നിരിക്കുന്നു. 2 നടിമാർക്ക് നേരെ മോശമായ പ്രവൃത്തി ഉണ്ടായിരിക്കുന്നു. അവരുടെ നേരെ ലൈംഗിക ചേഷ്ടയോടുകൂടി പെരുമാറി എന്നുള്ളൊക്കെ ഗൗരവമായ ചില പരാതികൾ പോലും ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിൽ എക്സൈസ് അന്വേഷണം കൃത്യമായി നടത്തണം. പോലീസിനുമുണ്ട് ഉത്തരവാദിത്വം. എക്സൈസ് ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് കിട്ടുന്നത് എന്ന് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിന് മുന്നിൽ ഏത് മഹാനടനാണെങ്കിലും ആ മഹാനടനെ അടക്കം കയ്യാമം വെച്ച് ജയിലിലടയ്ക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.